നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മെസ്സേജ് നമുക്ക് ഫോണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോൺ നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്രൂവ് ആയെന്നും പറഞ്ഞ്. അപ്പോൾ അതിന് നമ്മൾ അക്ഷയയിൽ പോയിട്ട് അതിൻ്റെ പ്രിന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്രിന്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ സ്റ്റിക്കർ റെഡിയാക്കാനായിട്ട് നമ്മളിനി അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റിക്കർ റെഡിയാക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബെഡിലൊക്കെ ഇപ്പം കൂണുണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ 4-ാം തീയതി 5-ാം തീയതി ഇട്ട ബെഡാണ്. ഇത് നമ്മൾ കീറലൊക്കെ ഇട്ട് കൊടുത്ത് നനയ്ക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ്, അപ്പോൾ 15 ദിവസം 19-ാം തീയതി ആയപ്പോഴത്തേന് 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ബെഡിലൊക്കെ നമ്മൾ ആദ്യം ചെയ്തതിലൊക്കെ ഇതുപോലെ കൂണുണ്ടായിട്ടുണ്ട്. ഇതുണ്ടല്ലേ, വിത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ വലിയ നല്ല ഒരുപാട് ഇത് മുട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ 2-3 ദിവസമായിട്ട് തണുപ്പൊക്കെ നല്ലതായിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ 3 പ്രാവശ്യമൊക്കെയാണ് നനച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബെഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞേക്കുന്ന കുറേ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ദൂരെയുള്ളവരൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊറിയർ വഴി അയക്കുമ്പോഴത്തേക്കിന് അത് സേഫായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരൊക്കെ പിന്നെ വന്നിട്ടില്ല. അടുത്തുള്ളവരൊക്കെയാണ് വന്ന് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുണ്ട്, ഇതിലൊക്കെ നമുക്ക് 4-ാം തീയതി 5-ാം തീയതി ഒക്കെ ബെഡാണ്. നന്നായിട്ട് മൈസീലൊരു സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 28 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് ആദ്യത്തെ ബെഡിൽ നമുക്കൊരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അത് ആ ചൂട് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നേരത്തെ തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പം പൊതുവെ തണുപ്പുള്ളൊരു സമയമായതുകൊണ്ട് നേരത്തെ വരുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പെരുമ്പാവൂരിൽ നിന്നുള്ള വിത്ത് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചൊവ്വാഴ്ചയാണ് നമ്മൾ സാധാരണയായിട്ട് ബെഡൊക്കെ റെഡിയാക്കുന്നത്. കാരണം ചൊവ്വായും ബുധനുമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയം. അപ്പോൾ ആ 2 ദിവസങ്ങളാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത്, അറക്കപ്പൊടിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ചെയ്യത്തക്ക രീതിയിലാണ് നമുക്ക് വിത്ത് വരുന്നത്, പെരുമ്പാവൂരിൽ വിത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ബെഡിലൊക്കെ നമുക്കിപ്പം തീരാറായിട്ടുണ്ട്. ഈ ഭാഗത്തെ ബെഡ് നമ്മൾ 3 മാസമൊക്കെ ആകാറായതാണ്. പിന്നെ അകത്ത് കിടക്കുന്നത് കുറച്ച് പുതിയത് അധികം ഡേറ്റ് കഴിയാത്തതാണ്. അപ്പോൾ അതേൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു പാക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ 2 പാക്കറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ ചില ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസം 1 പാക്കറ്റ് 2 പാക്കറ്റ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. എല്ലാ ദിവസവും നമുക്ക് 1 കിലോ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ ബെഡ് ഇതുപോലെ ഇപ്പം അകത്ത് നമ്മൾ ചെയ്തിട്ടേക്കുന്നത് പോലെ തന്നെ ആഴ്ചയിൽ ഒരു 70 ബെഡ് അങ്ങനെ ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 1 കിലോ കൂടുതലൊക്കെ കൂണ് കിട്ടും. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം കൂണ് കിട്ടും, ഈ നമ്മൾ ചിലവാക്കുന്ന അനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുമോയെന്ന്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ബെഡ് റെഡിയാക്കി ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ദിവസവും വരുമാനം കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചില ദിവസമൊക്കെ നമുക്കൊന്നുമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പം ഇന്ന് മഴയുണ്ട്, നല്ല മഴയുണ്ട്. അതുകൊണ്ട് അധികം പ്രാവശ്യം നനച്ച് കൊടുക്കേണ്ടി വരത്തില്ല. എങ്കിലും ഞാൻ അകത്ത് ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല, ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറേ ഇതായിപ്പോവും കൂടുതലാണ്. ഇപ്പം ഈ റൂമിൽ ഇപ്പോൾ തന്നെ ഹ്യൂമിഡിറ്റി 98, ടെമ്പറേച്ചർ 27ആണ്. അപ്പോൾ ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എയർ സർക്കുലേഷൻ കുറവാണ്, ഭിത്തി ആയതുകൊണ്ട് എയർ സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് എയർ പോകത്തക്ക രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതാണ്, എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ബെഡിലധികം കൂണ് നമുക്കിപ്പം ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ ഈ തണുപ്പ് സമയമാണെങ്കിൽ പെട്ടെന്ന് അതിൽ നമ്മൾ നനച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് ആദ്യമൊക്കെ 18 ദിവസമായപ്പോൾ വന്നാണ്. അപ്പോൾ എയർ സർക്കുലേഷൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇവിടെ ഇപ്പോൾ കുറവ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.